കേട്ടിട്ടുണ്ടായിരുന്നോ? ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മൈ നെയിം ഈസ് മീര കൃഷ്ണൻ ആൻഡ് യു ആർ വാച്ചിങ് ലഡ്ഡു. ഞാൻ ഇപ്പം നിൽക്കുന്നത് പെരിയാർ വായലിക്കാനാലല്ലേ, അതിൻ്റെ ഒരു കൈവഴിയിലാണ്. ഇത് ഭൂതത്താൻകെട്ടിയിൽ നിന്നൊക്കെയാണ് വന്നത് ഈ വെള്ളം. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം 6 മാസമായിട്ട് ഇവിടെ ഇങ്ങനെ വെള്ളം ഓഫ് ചെയ്ത് ഇങ്ങനെ നിർത്തിയിട്ടേക്കായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം കുടുംബശ്രീയിലെ ചേച്ചിമാരൊക്കെ വന്ന് ഇതൊക്കെ വൃത്തിയാക്കിയിരുന്നു. അപ്പോൾ അവർക്കൊരു ബിഗ് താങ്ക്സ്, ഇതൊക്കെ വൃത്തിയാക്കിയത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഷൂട്ട് ചെയ്യാനോ അങ്ങനെ കുറേയൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്ത് വെള്ളമൊക്കെ വരും ഇങ്ങോട്ടേക്ക്. അപ്പം നമുക്ക് ഇതിൽ അളക്കുകയും ചെയ്യാം, അങ്ങനെ കുറേ ഇതിന് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഈ വെള്ളമാണ് ഈ കൃഷി ആവശ്യത്തിനും പിന്നെ കുടിവെള്ളത്തിനൊക്കെ ഉപയോഗിക്കണേ. അപ്പം ഈ വെള്ളം ഇച്ചിരി ദിവസം കഴിയുമ്പോൾ വരുന്നതാണ് കേൾക്കണേ, ഇങ്ങനെ ആൾക്കാർ പറയണേക്കണേ. അപ്പോൾ അന്നേരം നമുക്കിതിലെല്ലാം ഇറങ്ങുകയും ചെയ്യാം, കുളിക്കുകയും ചെയ്യാം, പലർക്കും കുളിക്കുകയും ചെയ്യാം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതല്ല, ഇതിപ്പോൾ ഞാൻ കനാലിൽ കൂടെ നടന്നു വന്നപ്പോൾ കണ്ട, ഇത് കേരളത്തിൽ അപൂർവമായിട്ട് കാണുന്ന ഒച്ചാണ്. ഇപ്പം ഈ കനാലിൽ ഇങ്ങനെ കുറേ ഉണ്ട്, വലുതുണ്ട് ചെറുതുണ്ട്. ഞാൻ ഇതിൻ്റെ വലുതൊക്കെ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കണ്ടിട്ടുണ്ട്, ഇത്രയും അങ്ങോട്ട് വലുതുണ്ട്. ഇതിപ്പോൾ ഈ ചൂരക്കോടിൽ ഇങ്ങനെ കുറേ ഉണ്ട്, അതായത് ഞാൻ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത്. അപ്പം അത് മഴക്കാലത്തായിരുന്നു കേട്ടോ, ഇപ്പം അത് അധികം ഇല്ല. അപ്പം ഇത് ഇങ്ങനത്തെ ഇത് കുറേ ഉണ്ട്. അപ്പോൾ ഈ വെള്ളം വരുമ്പോൾ ഇതൊക്കെ അങ്ങ് പെട്ടെന്ന് ഒറ്റയടിക്ക് ഇതെല്ലാം അങ്ങോട്ടേക്കും ഇങ്ങനെ എന്താ പറയുക, വെള്ളം ഇങ്ങനെ എടുത്തുകൊണ്ട് പോകും ഇതൊക്കെ. ഞാൻ കഴിഞ്ഞ ദിവസം ഈ വഴിക്കിടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു നീർക്കോലിനെ കണ്ടു. വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ജീവിയല്ലോ നീർക്കോലി. അപ്പം നിങ്ങളെല്ലാം കനാലെല്ലാം ഇനി ഇറങ്ങുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം കേട്ടോ, നീർക്കോലൊക്കെ ഉണ്ടാവും. ഇത് വെള്ളം തുറന്നു വിടുമ്പോൾ എല്ലാം ഇങ്ങനെ 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 ഫോഴ്സിൽ ഇങ്ങനെ വരുമ്പോൾ നീർക്കോലി ഉണ്ടാവും. അതുപോലെ തന്നെ ചെറിയ ഇപ്പോൾ 2-3 ദിവസമായാലൊക്കെ ഈ കുടുംബശ്രീയിൽ ചേച്ചിമാരൊക്കെ ഇത് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ഇങ്ങനെ ഇലകളൊക്കെ ഉണ്ടാവും വെള്ളം ഒഴിച്ച് വരുമ്പോൾ. അപ്പോൾ ആദ്യത്തെ വെള്ളം ചെളിവെള്ളം കലക്കുള്ള അതൊക്കെ ആയിരിക്കും. പക്ഷേ രണ്ടാമത് ഇങ്ങനെ 1-2 ദിവസം കഴിയുമ്പോൾ അത് തെളിച്ചുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിലൊക്കെ ഇരുന്ന് വെറുതെ ഒക്കെ എടുത്ത് ഇങ്ങനെ കളിക്കാം. അപ്പം നിങ്ങളുടെ വീട്ടിലുള്ള സൈഡിലെല്ലാം കനാലുണ്ടെങ്കിൽ അത് കമൻറ്റിലിടാം, എനിക്കത് അറിയാൻ പറ്റില്ല. ഇന്നത്തെ വീഡിയോ ഇവിടുന്ന് അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ എല്ലാം ചെയ്യേണ്ട വീഡിയോനെ സജഷൻ ഉണ്ടെങ്കിലും കമൻറ്റിലിടാം, അപ്പോൾ എനിക്കത് അറിയാൻ പറ്റും. ഞാൻ പിന്നെ അത് ചെയ്യാനും ശ്രമിക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, അപ്പോൾ എനിക്ക് ഇച്ചിരി സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.